ആസൂത്രണ ബോർഡിലേക്കുള്ള PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തതിനു പിന്നാലെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ച PSC ക്രമക്കേടിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും ആഭ്യന്തര വിജിലൻസ് കണ്ടെത്തി. അനിരു അശോകനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിരു, ന്യൂസ് മലയാളമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അടക്കം കേസെടുത്തിരിക്കുകയാണ്. ഇന്നലെയാണ് ആ കേസെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നിലവിൽ PSC അവരുടെ ആഭ്യന്തര അന്വേഷണമാണ് നിലവിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ശബരി, ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടുകളെ സംബന്ധിച്ച് ജൂൺ 27-നാണ് ന്യൂസ് മലയാളം വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതായത് ആസൂത്രണ ബോർഡിലെ 3 ചീഫ് തസ്തികകളിലേക്ക് നടത്തിയ പൊതുപരീക്ഷയിൽ 100 മാർക്കിനുള്ളതിൽ 58 മാർക്കിന് മൂല്യനിർണ്ണയം നടത്താതെ ഇടതുപക്ഷ അനുഭാവിയായ, അതായത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 2 സംഘടനാ നേതാക്കൾക്ക് ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ തസ്തികയിലേക്കും ചീഫ് പ്ലാനിംഗ് കോർഡിനേഷൻ തസ്തികയിലേക്കും നിയമനം നൽകി എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. വാർത്ത ശരിവെച്ചുകൊണ്ടാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നത്. ഇതിന് സമാന്തരമായിട്ടുള്ളതായിരുന്നു PSC തന്നെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഈ കേസിൽ കേസെടുത്തതോടുകൂടിയാണ് ഇനി ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രസക്തി ഇല്ല എന്ന് SP തന്നെ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണത്തിൽ പരീക്ഷാ വിഭാഗത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതിൽ വലിയൊരു വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചനയോ ക്രമക്കേടോ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും മനഃപൂർവ്വമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തതെന്നുള്ളത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരൂ. അതേസമയം ഇപ്പോൾ ഈ PSC ചെയർമാൻ്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് PSC ആസ്ഥാനം ഉപരോധിക്കുന്നതാണ് നമുക്കിപ്പോൾ വിഷ്വലിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നേമം ഷജീറിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ PSC ആസ്ഥാനം ഉപരോധിക്കുന്നത്. ഉത്തരക്കടലാസ് എവിടെ, അതുപോലെ തന്നെ PSC ചെയർമാൻ രാജിവെക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം. ആഭ്യന്തര വിജിലൻസ് പറയുന്ന ഉന്നതൻ PSC ചെയർമാൻ തന്നെയാണെന്ന് പറയുന്നു. കൂടാതെ ആസൂത്രണ ബോർഡിലെ പരീക്ഷയ്ക്ക് പുറമെ KS-ലടക്കം അട്ടിമറിയുണ്ട് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നേമം ഷജീറിൻ്റെ വാക്കുകളിലേക്ക് പോകാം. KS അടക്കമുള്ള പരീക്ഷകളിലും ക്രമക്കേട് നടന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തമായ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. KS എന്ന് പറയുന്നത് ഇടതുപക്ഷം പിണറായി സർക്കാർ പറഞ്ഞത് IAS-ന് തത്തുല്യമായി അവരുടെ ഒരു സങ്കല്പത്തിലുള്ള ഒരു പരീക്ഷയാണ്. തത്തുല്യമായി നൽകുന്ന വളരെ മികവാർന്ന പരീക്ഷയാണ്. അതിനകത്ത് വലിയ യോഗ്യതയുള്ള ആളുകൾക്ക് മാത്രമേ പരീക്ഷ എഴുതാനും കടന്നു വരാനും കഴിയൂ എന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അപ്പോൾ അത്രയും വൈദഗ്ധ്യം വേണ്ട, അത്രയും എക്സ്പീരിയൻസും ഗുണനിലവാരമുള്ള പിന്നെ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടി ഈ KS ഇൻ്റർവ്യൂവിനകത്ത് ഇൻ്റർവ്യൂ ബോർഡിനകത്ത് ഉൾപ്പെടുത്തിയത് ആരെ എന്നുള്ളതാണ് നമ്മൾ ന്യായമായും ചോദിക്കുന്നത്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ചെയർമാനെ കൂടാതെ എറണാകുളം SFIയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റായ പ്രിൻസി കുര്യാക്കോസിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം PSC മെമ്പറാകുമ്പോൾ പ്രിൻസി കുര്യാക്കോസിൻ്റെ പ്രായം 30-ആണ്. 30 വർഷം കൊണ്ട് എന്ത് വൈദഗ്ധ്യവും എന്ത് എക്സ്പീരിയൻസാണ് ഈ പറയുന്ന KS പോലുള്ള പരീക്ഷയിൽ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ വിലയിരുത്താനും അഭിമുഖം നടത്താനും എന്ത് പ്രായോഗികമായ അനുഭവമാണ് പ്രിൻസി കുര്യാക്കോസിനുള്ളത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആരോപിക്കുന്നത്. നമ്മൾ കാണുന്ന ഏക ഗുണമെന്ന് പറയുന്നത് പ്രിൻസി കുര്യാക്കോസ് ആണെങ്കിൽ എത്ര യോഗ്യതയില്ലാത്ത സഖാക്കന്മാർക്കും വാരിക്കോരി മാർക്ക് കൊടുക്കാൻ വേണ്ടി അവരെ കൈവിറക്കില്ല. അവർക്ക് ഏറ്റവും പറ്റിയ പണി. അതുകൊണ്ടാണ് ചെയർമാൻ ഈ പ്രിൻസി കുര്യാക്കോസിനെ ഈ പറയുന്ന ഇൻ്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയോ നിരവധിയായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള PSC മെമ്പർമാരുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പ്രിൻസി കുര്യാക്കോസിനെ ഇവിടെ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇൻ്റർവ്യൂ നടത്തുന്നത് സഖാക്കന്മാർ, PSC പോലുള്ള SFIയുടെ ജില്ലാ നേതാക്കൾ ഇൻ്റർവ്യൂ നടത്തുന്നു. പരീക്ഷ എഴുതാൻ പോകുന്നതും സഖാക്കന്മാരാണ്. റാങ്ക് പട്ടികയിൽ വരുന്നതും സഖാക്കന്മാരാണ്. ഇപ്പോൾ ഷിജു ഖാൻ അടക്കമുള്ള DYFയുടെ നേതാക്കന്മാരുടെ ഭാര്യമാർ റാങ്ക് പട്ടികയിൽ വരും. അനിരു അശോകനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ മാർച്ചുണ്ട്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി അനിരു തേടിയിരുന്നു. അതാണ് പ്രേക്ഷകർ കേട്ടത്.